Okay. Good morning. Good morning to all. Today's chapter is electrostatic field and potential and capacitance. Electrostatic field, potential, capacitance. രണ്ട് ചാപ്റ്റർ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റിൽ അയച്ചു തന്ന ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ അയച്ചിരുന്നു. പക്ഷെ രണ്ട് മൂന്ന് ചെറിയ ഒരു ചോയ്സിൽ രണ്ട് മൂന്ന് ചെറിയ സ്ക്വയറിന്റെ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ രാവിലെ കറക്റ്റ് ചെയ്ത് വീണ്ടും ഒന്ന് അയച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ എടുത്ത് വെക്കേണ്ടത്. ഓക്കെ, ഒരു 9:15 ഒരു ക്വസ്റ്റ്യൻ കിട്ടി കാണും. ആ ക്വസ്റ്റ്യൻ ആണ് എടുത്തു വെക്കേണ്ടത്. ഓക്കെ, ചെറിയ രണ്ടു മൂന്ന് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ യാത്രയിലായതുകൊണ്ട് രാത്രിയാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ചെറിയ രണ്ടു മൂന്ന് കറക്ഷൻസ് വന്നു. രാവിലെ കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 1 hour ഉള്ളൂ. ചാപ്റ്റർ ബ്രീഫ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ ചെയ്യാം. ഇപ്പോ ക്വസ്റ്റ്യൻസ് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്തെങ്കിലും ആവശ്യത്തിന് ചാപ്റ്റർ ബ്രീഫ് ചെയ്യേണ്ടി വന്നാൽ നെക്സ്റ്റ് ഡേ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടി ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഡോണ്ട് വറി. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറച്ച് ടിപ്പിക്കൽ സർക്യൂട്ട്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നോക്കണം. ഓക്കെ, അപ്പൊ ഫോർ ദി ടൈം ബീയിങ് നമുക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്യാം. ആ ചാപ്റ്റർ നമുക്ക് ഒന്ന് ബ്രീഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ കറണ്ട് ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററും കൂടി ഒന്ന് വളരെ കുറഞ്ഞ സമയത്ത് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകാം. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ചാർജ് Q is placed at the center of the line joining two equal charges Q and Q. The system of the three charges will be in equilibrium if Q will be. But two charges are placed at a distance. Two charges are placed at a distance x apart. D ഏതെങ്കിലും എടുക്കുക. രണ്ട് ചാർജ് വെച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. അപ്പൊ ഒരു പ്ലസ് ക്യൂ ചാർജ്, ഒരു ക്യൂ ചാർജ് വെച്ചിരിക്കുന്നു. പ്ലസ് ക്യൂ ആണോ മൈനസ് ക്യൂ ആണോ എന്ന് അവസാനം നോക്കാം. ദിസ് ഈസ് എ ചാർജ് ക്യൂ. ഹിയർ ആൾസോ there is a charge Q. At the center of the line of separation there is another charge small q is placed. The system is in equilibrium. Question ഒന്നുകൂടെ വായിക്കണം. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. A charge Q is placed at the center of the line joining two equal charges. രണ്ട് ഈക്വൽ ചാർജസ് ഉണ്ട്. അത് രണ്ട് പ്ലസ് ചാർജ് ആകാം, രണ്ട് മൈനസ് ചാർജ് ആകാം. And another charge small q is placed in the line separation between the midpoint of the separation between the two charges q. Then the system is in equilibrium. For the system to be in equilibrium, what is the charge of q? Question മനസ്സിലായല്ലോ? രണ്ട് q ചാർജ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് q ചാർജിന്റെ ഇടയ്ക്ക് ഒരു മിഡ് പോയിന്റിൽ ഒരു സ്മോൾ q ചാർജ് വെച്ചിട്ടുണ്ട്. സിസ്റ്റം ഇക്വിലിബ്രിയം ആകണമെങ്കിൽ what is the charge of q? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്, നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് 2x എടുക്കാം. കാരണം ഹാഫ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ x/2 വരാതിരിക്കാനായിട്ടാണ് 2x എടുക്കുന്നത്. അപ്പൊ ഇത് 2x എടുക്കാം. ദിസ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. ദെൻ ഹാഫ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് x. ഹാഫ് ഡിസ്റ്റൻസ് x ആയിട്ട് എടുക്കും. ഓക്കെ, ദെൻ ദി ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്, force between Q and Q, the force between these two charges should be equal and opposite to the force between these two charges. I know Coulomb's law. The force between two charges is 1/4πε0 Q1 Q2 by distance square. 1/4πε0 Q1 Q2 by distance square. That is Coulomb's law. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആകണമെങ്കിൽ the force between these two charges Q and Q will be equal and opposite to the force between these two charges. Then what is the force between these two charges Q and Q? According to Coulomb's law, it is 1/4πε0 capital Q into capital Q, that is Q1 Q2 by distance square, that is 2x the whole square. Okay, 2x the whole square.
this will be equal to the magnitude of this force between Q and small q, but opposite in direction. Hence, we have to put a negative sign, minus of 1 by 4 pi epsilon 0 Q into small q divided by distance square. ഇത്രേ ഉള്ളൂ. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ the force between Q and Q will be equal and opposite to the force between Q and small q. According to Coulomb's law, 1 by 4 pi epsilon 0 into Q by distance square 2x the whole square equal to 1 by 4 pi epsilon 0 capital Q into small q divided by x square. That is the distance between capital Q and small q. This simplify the find the value of small q. I can simplify 1 by 4 pi epsilon 0 cancel ആയി പോയി. പിന്നെ ഒരു q cancel ആയി പോകും. പിന്നെ simplify ചെയ്യുമ്പോൾ q divided by 4x square equal to small q minus on the minus small q divided by x square. Right? Give x square cancel. Then what is q equal to minus capital q divided this small q. Second question. Second question. The choice option C ആണ് choice. First question option C ആണ്. Okay. Then question number 2. Into Q in a minus 2Q are placed at the corners of an equilateral triangle ABC. Now, equilateral triangle the angle between side length is L. The magnitude of electric dipole moments of the system. A system in a dipole moment on a question. What is dipole? Two equal and unlike charges separated by a small distance. It is called as a dipole. Very important ആണ്. Dipole എന്ന് പറഞ്ഞാൽ ഈക്വലും ഓപ്പോസിറ്റും ചാർജ് വെച്ചിരുന്നാൽ അത് വളരെ അടുത്തിരുന്നാൽ അതിനെയാണ് dipole എന്ന് പറയുക. Positive and negative charge, they are separated by a very small distance. Usually the distance between dipoles എടുക്കുന്നത് 2 ആണ്. L എടുത്താൽ കുഴപ്പമൊന്നുമില്ല. പ്രോബ്ലത്തിൽ L തന്നിരുന്നാൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇക്വേഷന് ഫൈനൽ ഇക്വേഷന് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ what is a dipole? If two equal and opposite charges separated by a small distance is called as a dipole. No, electric dipole is different from magnetic dipole. Electrostatics isolated charge വരും. Electrostatics isolated charge is possible. മനസ്സിലാവുന്നുണ്ടോ? Electrostatics isolated charge possible ആണ്. Positive charge എടുക്കാം, negative charge എടുക്കാം, and we can take a dipole also. But in magnetism only dipoles are there. Northum southum ഉള്ള dipoles മാത്രമേ ഉള്ളൂ. Isolated north pole and the magnetic poles are always existed north pole. There is no isolated south pole. But in electrostatics, it is possible. Isolated positive, isolated negative, and dipoles are possible. Okay. ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിലെ 3 കോർണേഴ്സിലും ചാർജ് വെച്ചിട്ടുണ്ട്. Q and minus 2Q. We have to find in the dipole moments. അതിന്റെ ഡയഗ്രം നോക്കാം. Okay. This is an equilateral triangle of each angle 60 degree. 60 degree ആണ്. മറ്റേ ആംഗിൾ 60 degree ആണ്. ഇത് 60 degree. ഇത് 60 degree. That is A, B, here Q charge, and suppose at C it is minus 2Q charge. അപ്പോൾ dipole എവിടെയാ വരുന്നത്? ഇത് Q ആണ്, ഇത് minus 2Q ആണ്. അപ്പോൾ approximately equal charge ആയാൽ മതി. ഇവിടെ Q ഉണ്ട്, ഇവിടെ minus 2Q ഉണ്ട്, ഇവിടെ plus 2Q ഉണ്ട്, ഇവിടെ minus 2Q ഉണ്ട്. അപ്പോൾ this can also act as a dipole. ഇതും dipole ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ dipole നോക്കൂ,
due to plus Q and minus 2Q, there is a dipole. Due to P and C, here there is a plus Q charge and here is a minus 2Q charge. അവിടെയും ഒരു ഡൈപോൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു സെപ്പറേറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് C, ഇങ്ങോട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇവിടെ minus 2Q, here it is plus Q, here also plus Q. This is 60 degree. The angle between this one is 60 degree. Dipole moment between plus Q and minus 2Q. Here it is P and this also equal to P. Dipole moment P എന്ന് assume ചെയ്യുന്നു. Calculation ഉള്ള simplicity ക്ക് വേണ്ടിയിട്ടാണ്. The dipole moment between B and the C is taken as P and the dipole moment between A and the C is also taken as P because they are identical ആയിരിക്കും. രണ്ടും equal charge ആണ് വെച്ചിരിക്കുന്നത്. Then we have to find the net dipole moment. അപ്പോൾ ഇതാണ് direction ഇരിക്കട്ടെ. Net dipole moment will be in this direction. ഇതാണ് net dipole moment ഇരിക്കട്ടെ. This is net dipole moment. അപ്പോൾ net dipole moment കാണണം. മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. If two vector quantities are acting at a point which can be represented by the sides of a parallelogram taken in order, then the resultant is equal to എന്താണ് resultant? Root of P square plus Q square plus 2PQ cos theta. Okay, അപ്പൊ ഇക്വേഷൻ എഴുതാം. R is equal to root of P square plus Q square plus 2PQ cos theta. This dipole moment is a vector quantity. P is a vector. Here also another vector P. ഈ BC എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. അത് ഡൈപോൾ മൊമെന്റ് P ആണ്. AC എന്ന് പറയുന്നത് വെക്ടർ ആണ്. അത് ഡൈപോൾ മൊമെന്റ് P ആണ്. We have to find the resultant of these two vectors. Simple അല്ലേ? Substitute ചെയ്താൽ മതി. എന്താ എങ്ങനെ substitute ചെയ്യും? R is equal to root of P square. ഇത് ഡൈപോളുമാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കണം. അത് P square തന്നെ എടുക്കാമല്ലോ. Q ഇത് Q ആയിട്ട് എടുക്കുക. അതും P square ആണ്. പ്ലസ് 2PQ 2 into P into P. അപ്പൊ ഇത് P ആയിട്ടും ഇത് Q ആയിട്ടും എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മൾ മെക്കാനിക്സിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ if the two forces are considered as P and Q and if there is an angle between them and they can be represented by the sides of a parallelogram, we can find the resultant. Same method ആണ് ഉപയോഗിച്ചിരിക്കുന്നത് resultant കാണാനായിട്ട്. Root of R square R equal to root of P square plus Q square plus 2PQ cos theta. Okay, then resultant R is equal to ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് P and here also P square plus P square plus 2P into Q into cos 60 degree. Cos 60 degree. എങ്ങനെ റിസൾട്ടന്റ് കാണും? Equal to R is equal to root of P square plus P square 2P square plus 2P square into what is the value of cos 60? That is 1/2. Sin 30 equal to 1/2. Cos 60 also equal to 1/2. അപ്പോൾ 1/2 ആയിരിക്കും. Sin 30 cos 60 ആണ് എപ്പോഴും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓർമ്മിച്ചോളാം, കമ്പയർ ചെയ്ത് പഠിക്കണം. Sin 30 is 1/2 and cos 60 is also 1/2. അപ്പൊ ഈ വാല്യൂസ് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? root of 3P square എന്ന് കിട്ടും. root of 3P square. That is resultant R is equal to root 3 into P. root 3 into P. P square പുറത്തെടുക്കുമ്പോൾ P ആവും. അപ്പോ resultant R root into P. Here the distance കേൾക്കാൻ പറ്റുന്നില്ല? 2P square plus 2P square 4P square അല്ലേ? എവിടെ ഈ 2 ഉം 4 ഉം കൂടെ ക്യാൻസൽ ചെയ്തില്ലേ? 2 ഉം 2 ഉം കൂടെ ക്യാൻസൽ ചെയ്തില്ലേ? നോക്കൂ. ഓക്കേ അല്ലേ? അപ്പൊ P square 2P square plus P square മാത്രം നോക്കൂ. ഇവിടെ ഒരു ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ 2P square plus P square 3P square വരും. അപ്പൊ root 3 into P വരും. അപ്പൊ ഡൈപോൾ മൊമെന്റ് കിട്ടിയത് ഓക്കെ. റിസൾട്ടന്റ് R is equal to root 3 into P എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ what is P? It is dipole moment. What is dipole? Dipole is equal to two equal, approximately equal charges separated by a very small distance. അതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുക. അപ്പോ ഡൈപോൾ മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ, ഒരു മിനിറ്റ്. Q ഒരു -2Q കൂടെ അധികം വന്നിട്ടുണ്ട് അല്ലെ? ഒരു കാര്യം ചെയ്യൂ, അവിടെ -2Q ആൻസർ ചോയ്സിലില്ല, ചെറിയൊരു കറക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ആ 2 വേണ്ട കേട്ടോ, ഈ 2 അങ്ങ് വിട്ടേക്കും കേട്ടോ. അപ്പൊ ഓക്കെ ആവും.
-q. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അവിടെ -2q വേണ്ട. ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. എല്ലാം ഈക്വൽ ചാർജസ് ആണ്. അപ്പൊ കുറച്ചുകൂടി അപ്രോക്സിമേഷൻ കറക്റ്റ് ആവും. കാരണം ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് ചാർജസ്. ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് ചാർജസ് സെപ്പറേറ്റ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിൽ -2q ഇട്ട് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ചെറിയ വ്യത്യാസം വരും, പക്ഷെ ആൻസർ ചോയ്സിൽ ഇല്ല. അതുകൊണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. -2q അല്ല, -q മതി. അപ്പൊ എല്ലാ കോർണേഴ്സിലും q ഇവിടെ -q. അപ്പൊ ഇത് രണ്ടും കൂടി ഒരു ഡൈപോൾ ആണ്. ഇത് രണ്ടും കൂടി ഡൈപോൾ എന്ന് എടുക്കാം. ആ കറക്ഷൻ മനസ്സിലായല്ലോ? ഡൈപോൾ മീൻസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. -2q വന്നാൽ അതിൽ ചോയ്സ് തരില്ല. അതുകൊണ്ട് 2 വിട്ടിട്ട് എടുക്കൂ. ഇവിടെ -q എന്ന് മാർക്ക് ചെയ്താൽ മതി. എല്ലാവരും അതിലെ 2 ഒന്ന് ക്യാൻസൽ ചെയ്തേക്കണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? √3 into p. What is p? Dipole moment is equal to എന്താണ് ഇക്വേഷൻ? ഒരു സെക്കൻഡ്, ക്യാൻസൽ ചെയ്യണമെന്ന് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇലക്ട്രിക് ചാർജസ് q -2q are placed at the corners of an equilateral triangle ABC of side L. The magnitude of electric dipole moment of the system. Okay. അതിലൊരു ടിസ്റ്റും കൂടെ ഉണ്ട്. നോക്കാം. അതിലൊരു ടിസ്റ്റ് ഉണ്ട്. നോക്കൂ, ആ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ടിസ്റ്റും കൂടെ ഉണ്ട്. നോക്കൂ, വാട്ട് ഈസ് ഡൈപോൾ? ഡൈപോൾ P is equal to 2ql എന്നാണ് ഇക്വേഷൻ. ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 2ql എന്നാണ് നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് 2q എന്നാണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം ഡിസ്റ്റൻസ് 2l എടുത്തിട്ടുള്ള പ്രോബ്ലം ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് 2ql എടുക്കുന്നു. 2ql അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? p is equal to 2ql എന്ന് വരും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2ql എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ r is equal to എത്ര വരുന്നത്? √3 into 2ql എന്ന് വരും കേട്ടോ. ഈ 2 ആ ചോയ്സിലില്ല. മനസ്സിലായല്ലോ? 2 ചോയ്സിലില്ല. അപ്പോ ആ 2 ചോയ്സിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിലാകെ ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എല്ലായിട്ട് കൺസിഡർ ചെയ്യാനേ പറ്റത്തുള്ളൂ. വേറെ ഇതിൽ ഓപ്ഷൻ ഇല്ല. ഇത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്നതാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആകെ നമുക്ക് എല്ലായിട്ട് എടുക്കാനേ പറ്റൂ. അപ്പൊ ഈ 2 അങ്ങ് പോകും. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഈ 2 അങ്ങ് പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? √3ql എന്ന് കിട്ടും. അത് ചേഞ്ച് മനസ്സിലായല്ലോ? ഐ റിപ്പീറ്റ്, 3 charges are placed at the corners of a equilateral triangle. ഇത് എയിലും ബിയിലും +q ആണ്. അത് സിയിൽ വെച്ചിരിക്കുന്നത് ചാർജ് എന്ന് പറയുന്നത് സിയിൽ വെച്ചിരിക്കുന്നത് 2q ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് -2q ആണ്. അങ്ങനെയാണെങ്കിൽ ചോയ്സ് കിട്ടുന്നത് നമുക്ക് r is equal to √3 into p എന്ന് കിട്ടും. √3 into p എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. In this case, if p is equal to 2ql, ആൻസർ കിട്ടത്തില്ല. അപ്പൊ അവര് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 2 ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ p is equal to എന്താവും? p is equal to 2 മാറിയിട്ട് ql മാത്രമാകും. മനസ്സിലായല്ലോ? ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ one of the charge into distance between the charge ആണ്. പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജ് 2l ആയിട്ട് എടുക്കാറുണ്ട്. എങ്കിൽ ആ ഹോൾ പ്രോബ്ലവും 2l എടുക്കണം. If the distance between the charges is taken as L, then the whole problem we will make it as L. വ്യത്യാസം വരുത്താൻ പാടില്ല. അപ്പൊ ഇവിടെ L എടുത്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് p എന്ന് പറഞ്ഞാൽ QL ആണ്. അപ്പൊ ഇവിടെ p ക്ക് പകരം QL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിലെ ചോയ്സ് കിട്ടും. p is equal to √3 into QL എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ സംസാരിച്ച ഒരാളുണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, താങ്ക് യു. അപ്പോ ഈ ഡിഫറൻസ് വന്നത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ടുള്ള ആ വ്യത്യാസമാണ് വന്നത്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ ഷോസ് സം ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ്. അത് ഫിഗർ കണ്ടിട്ട് പ്രയാസമാണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോബ്ലം. സാധാരണ ഫിഗർ കാണുമ്പോൾ അതങ്ങ് വിട്ടേക്കും, വലിയ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാണേണ്ടത് വർക്ക് ഡൺ ആണ് കാണേണ്ടത്. എ ചാർജ്ഡ് ഓബ്ജക്ട് ഈസ് മൂവ്ഡ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി.
ആ ഫിഗറിൽ പോയിന്റ് എ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് സെയിം എമൗണ്ട്, 3 കേസിലും സെയിം ചാർജ് ആണ് മൂവ് ചെയ്യുന്നത് ഫ്രം എ ടു ബി. Then what is the potential difference or what is the work done for that? Figure shows some equipotential lines. Lines equipotential ആണ്. ആ പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ലൈനിന്റെയും പൊട്ടൻഷ്യൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. Distributed in space, a charged object is moved from point A to B. A point A to B ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ചാർജ്ഡ് ഓബ്ജക്ട് എ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ what is the work done for that? ജനറൽ കേസിൽ വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V2 മൈനസ് V1. ദിസ് ഈസ് ദി വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു EQ എന്നാണ്, EV എന്നാണ് കേട്ടോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു EV ജൂൾസ് എന്നാണ്. അത് ഒരു പ്രാവശ്യം പറയാം. നോക്കൂ, ഇതൊരു വലിയ പൊട്ടൻഷ്യൽ V വോൾട്ട് എന്നിരിക്കട്ടെ. If a charge Q is attracted to the electron, here it is a positive potential. This charge Q is attracted towards the potential. Then the work done for that is taken as the kinetic energy, and kinetic energy or work done is equal to energy equal to half mv square. This is velocity equal to Q into V in the equation of the electrostatics. I'll repeat. A large potential V is here, V plus. A charge Q, suppose it is a negative charge which is attracted by this potential, then the work done is stored as kinetic energy, or work done is the kinetic energy is EV അല്ലെങ്കിൽ QV. ഇലക്ട്രോൺ ആണെങ്കിൽ EV എന്ന് പറയുക. For any other charge it is taken as QV. അപ്പോൾ ഇവിടെ ചാർജ് Q ഉണ്ട്. And the potential difference, V means potential or potential difference. രണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണം. ഒരു സ്ഥലം മാത്രമേ ഉള്ളെങ്കിൽ we have to take only one potential. അപ്പോൾ Q into V2 minus V1. ഇനി അതിലെ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് കേസിൽ ഫിഗർ 1 നോക്കൂ. ഫിഗർ 1 എ നിന്ന് ബിയിലേക്കാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. That is from a potential of 20 volt to a potential of 40 volts. What is work done? Work done is equal to charge Q into 40 minus 20. That is 20Q എന്ന് കിട്ടും. Work done is 20Q joule എന്ന് കിട്ടും. 20Q joule. Second figure നോക്കൂ. അവിടെയും the point A having a 20 volt and point B has 40 volt. The charge is same, Q charge, and potential difference is 20 volt. Therefore, work done will be the same. And in figure 3, point A having a 20 volt and point B also having a 40 volt. But in all the 3 cases, the potential difference will be same, and the charge which is moving from A to B also same. A in the B like moving the charge, A ലെയും B ലെയും potential difference same ആയിട്ട് വരുന്നു. അതുകൊണ്ട് option the work done is same in figure 1, figure 2 and figure 3. Option C ആയിട്ട് വരും. അപ്പൊ ജനറൽ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഓർ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് എ ആൻഡ് ബി ബിറ്റ്വീൻ എ ആൻഡ് ബി. ഫിഗർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ ആണ്. ഫൈൻഡ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫ്രം ദി ഗിവൺ ഫിഗർ. Area of each plate is marked as A, and the separation between the plates is marked as D. ആ ഫിഗർ നോക്കാം. അതൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. ഇതുമായി ചെറിയ വ്യത്യാസമുള്ള ഒരു ഫിഗർ ആണ്. 2017 JEE മെയിൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് വളരെ ക്ലോസ് ഒരു പിന്നെ ആ ഫിഗർ ഇതുമായിട്ട് ഏതാണ്ട് വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഫിഗറുമായിട്ട് ചെറിയ വ്യത്യാസമുള്ള ഫിഗർ ആണ് JEE മെയിൻ ചോദിച്ചിട്ടുള്ളത്. അതിന് ആ ഫിഗർ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് തന്നെ വീണ്ടും നമുക്ക് പ്രിന്റ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മാറ്റം വരുത്തി പുതിയ ഫിഗറാണ് തന്നിരിക്കുന്നത്. അത് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. Capacitors. What is a capacitor? Capacitor എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. It is a instrument to store charge.
ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രം വെച്ചെന്നിരിക്കട്ടെ, ഒരു സിംഗിൾ പ്ലേറ്റ്, ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രം വെച്ചെന്നിരിക്കട്ടെ. നോക്കൂ, ഇങ്ങനെ ഒരു സിംഗിൾ പ്ലേറ്റ് എന്നിരിക്കട്ടെ. ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ദി ചാർജ് reside in this plate only for a small time. If another plate is placed very near to the first plate, ഇതിന് അടുത്തായിട്ട് വേറൊരു പ്ലേറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. Due to that effect, the charge in the system reside for a long time. That is known as capacitance. ആ ആക്ഷനെയാണ് കപ്പാസിറ്റർ ആക്ഷൻ എന്ന് പറയുന്നത്. This instrument is known as capacitor or a condenser. കപ്പാസിറ്റർ എന്നും പറയും, കണ്ടൻസർ എന്നും പറയും. കണ്ടൻസർ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള, വളരെ കുറച്ച് സമയം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു വെക്കുന്നു, ഒരു ടിന്നില് ഷുഗർ ഇട്ട് വെക്കുന്നു, അതുപോലെ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള, അതേപോലെ ചാർജിനെ അതുപോലെ ബാറ്ററി എടുക്കാൻ പറ്റില്ല. ബാറ്ററിയിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ചാർജിനെ അതുപോലെ സ്റ്റോർ ചെയ്യുന്നില്ല. കെമിക്കൽ എനർജിയാണ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ആസ് ഇറ്റ് ഈസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസേ ഉള്ളൂ കപ്പാസിറ്റർ. ഇലക്ട്രിക് ചാർജിനെ അതുപോലെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ പ്രത്യേകത അറിയാമോ? എ കപ്പാസിറ്റർ പാസസ് എ സി, ബ്ലോക്സ് ഡി സി. ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ പാസ് ചെയ്യും. അതുകൊണ്ട് എ സിയുടെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കും, അതായത് റെക്ടിഫൈയിങ് സർക്യൂട്ടിൽ വേണ്ടി ഉപയോഗിക്കും. അത് ഇനി വരുന്നുണ്ട്. ഞാൻ ആ പോയിന്റ് ഓർമ്മിക്കുക. കപ്പാസിറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു സ്റ്റോർ ചാർജ്. കപ്പാസിറ്റർ ആൾവേസ് ബ്ലോക്സ് DC, direct current, and it passes AC. Okay, capacitors can be connected in different ways, mainly in two ways: series and parallel. When capacitors are connected in series, the effective capacitance 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. രണ്ട് കപ്പാസിറ്റൻസ് മാത്രമാണെങ്കിൽ C1 C2 by C1 plus C2 എടുത്താൽ മതി. പാരലൽ ആണെങ്കിലോ C equal to C1 plus C2 plus C3. റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഇക്വേഷൻ. റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ R equal to R1 plus R2 plus R3 etc. കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. ഓക്കെ, ഇനി നോക്കാം. അപ്പോ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കപ്പാസിറ്റേഴ്സ് രണ്ട് പ്ലേറ്റ് വെക്കുമ്പോഴാണ് കപ്പാസിറ്റൻസ് ആവുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഈ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്ക് വെക്കുന്ന ഇൻസുലേറ്ററിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക് ഉണ്ടെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസ്. ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഫിഗറിലേക്ക് വരാം. അപ്പോ ഡൈഇലക്ട്രിക്കിന്റെ കോൺസ്റ്റന്റ് K എന്ന് എടുക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ഓർ എപ്സിലോൺ R. ഓക്കെ, K ഓർ എപ്സിലോൺ R എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫിഗർ നോക്കൂ. ഫിഗർ ഇതാ ഇവിടെ വരയ്ക്കാം. നിങ്ങളുടെ കയ്യിലുണ്ട്, എന്നാലും ആ ഫിഗർ ഒന്നുകൂടി ഇവിടെ വരയ്ക്കുകയാണ്. ഇത് രണ്ട് പ്ലേറ്റ് ആണ്. ഇതാ equal area of cross section A. രണ്ടിനും equal area of cross section A. And the distance between the plates is D. Distance between the plates is D. And on one side there is a dielectric. നോക്കൂ, കറക്റ്റ് മിഡ് പോയിന്റ് എടുക്കുക. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് വെച്ചിരിക്കുന്നു. ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. ഓക്കെ, ഈ ഡൈഇലക്ട്രിക്കിന്റെ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. The value of K is equal to, I think it is 4. K1. K1 is equal to 4 എന്ന് കൊടുത്തിട്ടുണ്ട്. K1 is equal to 4. And capacity, first capacitor ഇവിടെ 1 എന്ന് കൊടുക്കാം. 1. Capacity of this section is 1. Then another thing, വീണ്ടും രണ്ടാമത് ഇവിടെ ഈ സ്ഥലത്ത് രണ്ട് ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതിന്റെ ടോപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് dielectric constant K2. K2 is equal to value K2 is equal to 3. K2 is equal to 3. And here another dielectric ഇവിടെ വെച്ചിട്ടുണ്ട്.
and it has a dielectric constant K3, and the value K3 is equal to 6. K3 is equal to 6. And we have to find the capacitance between these 2 points. ഈ 2 പോയിന്റ് തമ്മിലുള്ള കപ്പാസിറ്റൻസ് കാണും. Then what is the distance between these two? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ മാർക്ക് ചെയ്ത ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് d/2 സൈഡിൽ എഴുതാം കേട്ടോ. ഇത് d/2, ഈ ഡിസ്റ്റൻസ് d/2 വരും. ഫിഗർ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടി പറയാം. These are 2 plates having equal area A. മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. And they form a capacitor, a parallel plate capacitor. And in between the parallel plates, we will place a dielectric. ഒരു ഡയലക്ട്രിക് അല്ല, 3 എണ്ണം വെച്ചിട്ടുണ്ട്. 3 ഡയലക്ട്രിക് വെച്ചിട്ടുണ്ട്. K1, K2, K3. They are dielectric constant of the materials placed between the plates of the capacitor. Here there is a dielectric of capacity K1 that equal to 4. The distance between the plates is D, and the area. അപ്പോൾ ഈ ഏരിയ എത്ര എടുക്കും? ഇവിടെ ടോട്ടൽ ഏരിയ A ആണെങ്കിൽ this area is A/2. അത് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമിന് അങ്ങനെ തരത്തില്ല. A/2 തരത്തില്ല. ടോട്ടൽ ഏരിയ A മാത്രമേ കാണത്തുള്ളൂ. ഞാനത് ഫിഗർ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പത്തിന് വേണ്ടി അവിടെ A/2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും A/2 ആണ് ഈ ഏരിയ. ടോട്ടൽ ഏരിയ is A. Then what is the capacity of a parallel plate capacitor? Parallel plate capacitor ന്റെ capacity ക്കുള്ള expression എന്താണ്? Parallel plate capacitor ന്റെ capacity C is equal to, general expression for capacity C is equal to epsilon 0 K A by D. 2 parallel plate ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ the capacity of the parallel plate capacitor equal to epsilon 0 K A by D. ഇനി ഡയലക്ട്രിക് ഇല്ലെങ്കിൽ epsilon 0 A by D. അത് സാധാരണ തിയറി എക്സാം ഒക്കെ ഉള്ളപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. What is the derive an equation for the capacity of a parallel plate capacitor? അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. C is equal to epsilon 0 A by D. If it is there is a medium of relative permittivity or dielectric constant. Relative permittivity is also called as dielectric constant K or epsilon R. Then the equation becomes epsilon 0 epsilon R A by D, or epsilon 0 epsilon R ന് പകരം K, epsilon 0 K A by D എന്ന് എഴുതാം. Okay, അപ്പോൾ ഇതാണ് general expression. Then for this capacitor having an area A/2, each area has A/2, and the distance between the plates is D/2, and dielectric constant is 4. We can find the capacitance of that capacitor. എന്തായിരിക്കും? ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റർ ആണ്. ഈ ബോഡി കാണുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് കപ്പാസിറ്റർ ആണ്. അതിന്റെ ഏരിയ A/2 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് D/2 ആണ്. സോറി, D ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് D ആണ്. Then what is the capacitance? Mark it as C1. C1 is equal to എന്തായിരിക്കും? ആദ്യമേ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എഴുതുകയാണ്. K1 epsilon 0 A/2 whole divided by D. Okay, അത് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. C is equal to epsilon 0 K A by D ആണ്. ഇവിടെ K എന്ന് പറയുന്നത് K1 ആണ്. K1 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി K1 എഴുതുന്നേ ഉള്ളൂ. പിന്നെ epsilon 0 ഏരിയ A/2 ഉള്ളി, ഡിസ്റ്റൻസ് D എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C1 equal to K1 epsilon 0 A/2 divided by D. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? It is equal to K1 is 4 into epsilon 0 into A/2 the whole divided by D. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. Therefore C1 is equal to 2 epsilon 0 A divided by D. Equation number 1. Capacitance of the capacitor C1 equal to 2 epsilon 0 A by D. That is equation number 1. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി കാണണം, ഇതിന്റെയും കപ്പാസിറ്റൻസ് കാണണം, എന്നിട്ടാണ് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണുന്നത്. ഇനി C2,
ലെറ്റ് ദിസ് ബി 2. ഈ രണ്ടാമത്തത് 2 എന്നിരിക്കട്ടെ. ഇത് രണ്ടാണ്. ഇത് we will take it as 3. അപ്പൊ C2 is equal to, ഇക്വേഷൻ സെയിം ആണ്. C2 is equal to K2 epsilon 0. ഏരിയ എത്രയാണ്? It is only A/2. ഏരിയ A/2 divided by distance. ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എത്ര എടുക്കും? D/2 എടുക്കാൻ പറ്റൂ. കാരണം ഇവിടെ ഫുൾ ലെങ്തിൽ ഡയലക്ട്രിക് ഉണ്ടായിരുന്നു. ഇവിടെ ഹാഫ് ലെങ്തിൽ മാത്രമേ ഡയലക്ട്രിക് ഉള്ളൂ. ഹാഫ് ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് എടുക്കണം, ഡിവൈഡഡ് ബൈ D/2 എടുക്കണം. D/2. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ ഡിവൈഡഡ് ബൈ D/2 എന്ന് എടുക്കണം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. What is K2? 3 into epsilon 0 A/2 whole divided by D/2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 3 epsilon 0 A/D എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യാൻ സംശയമൊന്നുമില്ലല്ലോ, അത്രയും കാര്യമൊന്നുമില്ല, അത്ര ചെറിയ സിംപ്ലിഫിക്കേഷൻ. അപ്പൊ C2 is equal to എങ്ങനെ വരുന്നത്? C2 is equal to 3 epsilon 0 A divided by D എന്ന് വരും. ലൈക്ക് ദാറ്റ് C3. ഇതേപോലെ തന്നെ C3 കാണണം. C3 കാണുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? C3 is equal to same equation K3 epsilon 0 A/2 divided by D/2. Then C3 will become, C3 is equal to 6 epsilon 0 A divided by D. Equation number 3. ഇനി എന്താ നോക്കാനുള്ളത്? C1, C2, C3. ഈ സിംഗിൾ കപ്പാസിറ്റർ 3 കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കണം. C1, C2 and C3. ഈ കപ്പാസിറ്റർ 3 കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ ആണ്. കാരണം എന്താ? ദി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഡിഫറൻസ്. എല്ലാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അപ്പൊ അതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണണം. അപ്പൊ ഇക്വലന്റ് കാണണമെങ്കിൽ ഏതാണ് സീരീസ്, ഏതാണ് പാരലൽ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് C1, C2, C3യുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? C2, C3 നോക്കൂ, ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും. എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് അറിയാമല്ലോ. ഇതല്ലേ സീരീസ് കോമ്പിനേഷൻ? ഇതാണല്ലോ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിനെ തിരിച്ചു വരച്ചാൽ പോലെ ഇങ്ങനെ നോക്കൂ. ഇങ്ങനെ വരച്ചാൽ ഇത് സീരീസ് കോമ്പിനേഷൻ അല്ലേ? നോക്കൂ, അപ്പൊ ഈ 2 കപ്പാസിറ്ററും സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കും. ഈ 2 കപ്പാസിറ്ററിനെയും സീരീസ് കോമ്പിനേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഹിയർ C2 and C3 are series, are taken as series. അപ്പൊ C2, C3 സീരീസ് ആണെങ്കിൽ what is the effective capacitance? C dash is equal to C2 C3 divided by C2 plus C3. ജനറൽ എക്സ്പ്രഷൻ പഠിച്ചതാണ്. 1/C equal to 1/C1 plus 1/C2. 2 കപ്പാസിറ്റർ മാത്രമാണെങ്കിൽ C in series is equal to C1 C2 by C1 plus C2. ഇവിടെ C1 ഉം C2 നും പകരം C2 ഉം C3 ഉം എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ. Then C dash is equal to C2 C3 by C2 plus C3. What is the value of C2? C2 3 epsilon 0 A/D. What is the value of C3? 6 epsilon 0 A/D. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C dash കാണണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം എളുപ്പത്തിന് വേണ്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2A epsilon 0 by D എന്ന് കിട്ടും. അതില് ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻ ഒന്നുമില്ല. C2 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C3 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ C2 plus C3. അപ്പൊ വാല്യൂസ് പലതും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താണ്? 2A epsilon 0 by D എന്ന് കിട്ടും. ദാറ്റ് ഈസ് C dash. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കും. ഇനി നോക്കൂ, ഇത് രണ്ടും കൂടി C2 and C3 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടി. ആൻഡ് ദാറ്റ് C dash in parallel with C1. അപ്പൊ C dash and C1 are in parallel. അത് രണ്ടും പാരലൽ ആണ്. എങ്ങനെയാണ് പാരലൽ കോമ്പിനേഷൻ വരുന്നത്? ഇതാണ് പാരലൽ കോമ്പിനേഷൻ, ഇതാണ് പാരലൽ കോമ്പിനേഷൻ, ഇതാണ് പാരലൽ കോമ്പിനേഷൻ. സീരീസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ അത് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താവും? C effective is equal to, ആഡ് ചെയ്താൽ പോരെ, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. What is C1 2 epsilon 0 A/D, 2 epsilon 0 A/D plus 2 epsilon 0 A/D. രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എത്ര കിട്ടും? 4 epsilon 0 A/D എന്ന് കിട്ടും. അതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ചോയ്സ് എന്ന് പറയുന്നത് ആൻസർ ABC ആണ്. D ആണ്.
ടി ആണ്. അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 4 പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 കൂടെ ആഡ് ചെയ്ത് പുതിയതിന് രാവിലെ തന്നെ ഹീര ഇന്ന് അപ്ലോഡ് ചെയ്ത് കാണും. അപ്പൊ അവിടെ ഡി ആർക്കെങ്കിലും പഴയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പുതിയ ക്വസ്റ്റ്യനിൽ വേണ്ട ആവശ്യമില്ല. കറക്റ്റഡ് ഫിഗർ തന്നിട്ടുണ്ട്, കറക്റ്റഡ് ചോയ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4a epsilon 0 4a epsilon 0 by d അതാണ് ഈ സിസ്റ്റത്തിന്റെ ചാർജ് കപ്പാസിറ്റൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഫിഗർ ഇവിടെ വരച്ചു തരാം. ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കൂ. ഇതുപോലൊരു ഫിഗർ ഞാൻ വരച്ചു തരാം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കൂ. ഈ സൈഡിൽ വരച്ചു തരാം. താല്പര്യമുള്ളവർ വരച്ചെടുക്കാം. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് പ്രാക്ടീസ് വേണം. ഇവിടെ ഒരു ഡയലക്ട്രിക് വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ഡയലക്ട്രിക് ഇവിടെ ഉണ്ട്. പിന്നെ വീണ്ടും ഒരു ഡയലക്ട്രിക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് K1 K2 K3 ആയിട്ട് എടുക്കൂ. ഇത് K1, ഇത് K2, ഇത് K3. വാല്യൂസ് ഇത് തന്നെ കൊടുത്തോളൂ. K1 എത്ര? 4. K1 is equal to 4, K2 is equal to 3, and K3 is equal to 6. ഇതൊരു മീഡിയമാണ്, ഇത് വേറൊരു മീഡിയമാണ്, ഇത് വേറൊരു മീഡിയം. അപ്പൊ വാട്ട് ഈസ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം സീരീസ് ആണ്, പിന്നെ പാരലൽ. ഇവിടെ എങ്ങനെയാണോ നോക്കി ചെയ്യുക, അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. K1 K2 K3 ഡയലക്ട്രിക് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഫൈൻഡ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത് മനസ്സിലായല്ലോ? ഇടയ്ക്ക് ആരോ സംസാരിക്കുമല്ലോ, അയാളുണ്ടോ? എന്താ പേരെന്താ? സാർ അമൽ. അമലിന് മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഞാൻ അമലിനെ മാത്രം വിളിക്കുന്നത് കൊണ്ട് ബാക്കി ആരും അത് പിന്നെ ഒരാളിനെ മാത്രം വിളിച്ചെന്ന് കരുതണ്ട. ഒരാൾ റെസ്പോണ്ട് ചെയ്തു, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പേര് ചോദിച്ചതേ ഉള്ളൂ. എല്ലാരെയും വിളിക്കണമെന്നുണ്ട്, എല്ലാവരുമായും സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് സമയമുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ച് സംസാരിച്ചാൽ നമുക്ക് വോയിസ് എല്ലാം കൂടെ ക്ലാഷ് ആവും. അതുകൊണ്ടാണ് എല്ലാവരെയും ഇഷ്ടം തന്നെയാണ്, എല്ലാവരുടെയും പേര് കേൾക്കാനും ഇൻട്രസ്റ്റ് ഉണ്ട്, എല്ലാവരുമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് ഒട്ടും വിഷമം വിചാരിക്കേണ്ട. ഒരാൾ സംസാരിച്ചു, അയാളുടെ പേര് ചോദിച്ചതേ ഉള്ളൂ, ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി. ഓക്കെ, അമൽ എഴുതിയെടുത്തോ? എടുത്തു സാർ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നല്ല ക്വസ്റ്റ്യൻ ആണ്. A 2 microfarad capacitor is charged as shown in figure. Find the percentage of its stored energy dissipated after the switch S turned to its position 2. Percentage വാല്യൂയിലും പറയാം, പെർസെന്റേജിലും പറയാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചോയ്സിൽ പെർസെന്റേജ് ഇല്ലാന്ന് വിഷമിക്കണ്ട. പെർസെന്റേജിന്റെ വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പെർസെന്റേജിലാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും. പെർസെന്റേജിന്റെ വാല്യൂ, വാട്ട് ഈസ് ദി 60% ആണെങ്കിൽ 60% വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 80% ആണെങ്കിൽ 80% വാല്യൂസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫൈനൽ നമുക്ക് ആ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ആ സർക്യൂട്ട് നോക്കൂ, ഒരു നല്ല സർക്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സെല്ലുണ്ട്. ഒരു കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതൊരു കപ്പാസിറ്റർ ആണ്, ഒരു വ്യത്യാസമില്ല. ആ ഫിഗർ എടുത്തപ്പോൾ ഉള്ള ഒരു ഡാർക്ക്നെസ് വന്നതാണ്. ബട്ട് ദി കപ്പാസിറ്റർ ഈസ് സെയിം. 2 മൈക്രോഫാരഡ് ആണ് കപ്പാസിറ്റർ. വാല്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ. 2 കപ്പാസിറ്റർ ആണ്. 8 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. അറിയാമല്ലോ, കപ്പാസിറ്റർ ആയിരിക്കുമ്പോൾ പ്ലേറ്റിന്റെ ലെങ്ത് സെയിം ആയിരിക്കണം. Then there is a switch. ഇവിടെ 0.1 and this is 0.2. സ്വിച്ച് ആദ്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. And cell having EMF ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് സ്വിച്ച് യെസ്. അപ്പൊ സർക്യൂട്ട് നോക്കൂ. A 2 microfarad capacitor is charged by using a cell. കണ്ടോ, ഈ സ്വിച്ച് ഫസ്റ്റ് പൊസിഷനിലേക്ക് ഇടുമ്പോൾ ഈ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കുറെ സമയം ഇട്ടിരുന്നാൽ ഇറ്റ് ഗെറ്റ്സ് ചാർജ്ഡ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ എത്ര ചാർജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ദി സ്വിച്ച് ഈസ് മൂവ് ടു 2. ഈ സ്വിച്ച് 2ലേക്ക് മൂവ് ചെയ്തു.
അപ്പൊ ബാറ്ററി ഡിസ്കണക്ട് ആയി. ബട്ട് ദി ചാർജ് ഓഫ് 2 microfarad capacitor is shared with 8 microfarad capacitor. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് 2 microfarad capacitor ആണ്, ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു, സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഈ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദി കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ്. ഈ ബാറ്ററി ചാർജ് കൊടുക്കും, സെല്ല് ചാർജ് കൊടുക്കും. അപ്പൊ ഈ സെല്ല് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? The charge is accumulated in the plates. ആ സ്റ്റോർ ചെയ്യും, ആ കപ്പാസിറ്ററിന്റെ പ്ലേറ്റിൽ ചാർജ് സ്റ്റോർ ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ സ്വിച്ച് 2 എന്ന പൊസിഷനിലേക്ക് മാറ്റി. അപ്പൊ ബാറ്ററി ഇല്ല. അപ്പൊ ഇതിൽ അക്യുമുലേറ്റ് ചെയ്ത ചാർജ് വിച്ച് ഈസ് that 2 microfarad share the charge of its with the 8 microfarad. ആ 2 microfaradന്റെ ചാർജ് 8 microfaradുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, what is the energy dissipated after the switch S is turned to position 2? ആ 2 പോകുമ്പോൾ എത്ര എനർജി ഡിസിപ്പേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. നോക്കൂ, ഇനിഷ്യൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ. ഇനിഷ്യൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? C is equal to capacitance C is equal to Q by V. ഇതാണ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. കപ്പാസിറ്റൻസ് C is equal to Q by V. Okay, what is Q? 2 microfarad. Q is equal to 2 microfarad. സെല്ലിന്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടോ? പൊട്ടൻഷ്യൽ V ഇല്ല. Then capacity C 2 microfarad ഉണ്ട്. ചാർജ് അല്ല, സോറി, ഇവിടെ കപ്പാസിറ്റി കേട്ടോ. കപ്പാസിറ്റി C equal to 2 microfarad. Potential illa, let it be V. Then how to find the total charge? C is equal to Q by V. Q is equal to C into V. Then Q is equal to C into V. C എത്രയാണ്? 2 microfarad into potential, that is 2V. The charge accumulated in 2 microfarad. Charge in 2 microfarad capacitance is equal to 2V എന്ന് കിട്ടും. V യുടെ വാല്യൂ ഇല്ല, let it be 2V എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 2V ആണ് ചാർജ്. അത് Q എടുത്തിട്ടുണ്ട്. ഓക്കെ, Q is equal to 2V. അപ്പൊ when 2 microfarad capacitor is connected to that cell, the charge in that capacitor is 2V. This 2V, let it be Q. ഈ 2V എന്ന് പറയുന്നത് Q എന്നിരിക്കട്ടെ. പ്രോബ്ലം ചെയ്യാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടി 2Vക്ക് പകരം നമ്മൾ Q എടുത്തെന്നിരിക്കട്ടെ, ലാസ്റ്റിൽ മാറ്റാം. Q is equal to 2V. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഈ സ്വിച്ച് 2 മാറ്റി. അപ്പൊ ഈ രണ്ട് കപ്പാസിറ്റർ കൂടെ ഷെയർ ചെയ്യുന്നു, ചാർജിനെ ഷെയർ ചെയ്യും. എങ്ങനെയാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ കണക്ഷൻ ആണ്. ഹൗ ടു ഫൈൻഡ് ദി, അല്ലെ, ഈ സ്വിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് രണ്ടും പാരലൽ ആവുകയാണ് ചെയ്യുന്നത്. പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? C1 plus C2. അപ്പൊ 2 plus 8 10 microfarad ആണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ ചെയ്യാം. When the switch is moved towards 2 second position, then ഇത് നോക്കൂ, അപ്പൊ സെക്കൻഡിന്റെ നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റിന്റെ ബാക്കി ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ കൂടെ എഴുതാം. C is equal to Q by V. Then what is V? V is equal to Q by C. V equal to Q by C. അപ്പൊ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ is charge by capacitance. ചാർജ് എത്രയാണ്? ചാർജ് ഇറ്റ് ഈസ് ഇനിഷ്യൽ ചാർജ് എത്ര? പിന്നെ നേരത്തെ ഇക്വേഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ തിയറി എടുത്തിട്ടില്ല. അതായത് ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് CV² എന്ന ഇക്വേഷൻ ഉണ്ട്, Q² by 2C എന്ന ഇക്വേഷൻ ഉണ്ട്. എഴുതാം, നോക്കൂ. ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ദി എനർജി ഓഫ് എ കപ്പാസിറ്റർ, ചാർജ് അല്ല, എനർജി ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് CV² or half QV or Q² by 2C. ഇങ്ങനെ 3 ഇക്വേഷൻ ആവശ്യം വരും. ദി എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ, is equal to half CV², half QV, Q² by 2C. ഇത് മൂന്നും ദി എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ആണ്.
അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് അതാണ് നോക്കേണ്ടത്, എനർജിയാണ് നോക്കേണ്ടത്. എത്ര പെർസെന്റേജ് എനർജി ഡിസിപ്പേഷൻ ഉണ്ടായെന്നാണ് ചോദ്യം, എത്ര ചാർജ് എന്നല്ല. അപ്പൊ എനർജി കാണണം. എനർജി കാണണമെങ്കിൽ ഇനിഷ്യൽ എനർജി നോക്കൂ, ക്യൂം സി ഇതാണ് എടുക്കുന്നത്. അപ്പോ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ, ഇനിഷ്യൽ എനർജി ലെറ്റ് ഇറ്റ് ബി വി ഐ. ഇനിഷ്യൽ എനർജി ലെറ്റ് ഇറ്റ് ബി പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് വി ഐ കൊടുക്കുന്നേ ഉള്ളൂ. എത്രയായിരിക്കും? ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ക്യൂ സ്ക്വയർ ബൈ 2c. അവിടെ ക്യൂ എത്രയാണ്? ഇനിഷ്യൽ ചാർജ് ക്യൂ ആണ്. അപ്പൊ സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വാട്ട് ഈസ് ദി കപ്പാസിറ്റൻസ്? സി ഇനിഷ്യൽ. ഇനിഷ്യൽ കപ്പാസിറ്റൻസ് 2 മൈക്രോഫാരഡ് ആണുള്ളത്. ഇതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Energy of a charged capacitor is equal to half CV square, half QV and Q square by 2C. ഇത് മൂന്നും energy of a charged capacitorന്റെ ഇക്വേഷൻ ആണ്. അപ്പോ എനർജി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ യു ഐ കൊടുക്കാം, അല്ലെങ്കിൽ വി ഐ. ഇവിടെ യു എനർജി എന്ന് എഴുതിയാൽ മതി, ഇവിടെ എനർജി എന്ന് എഴുതിയാൽ മതി. ഇനിഷ്യൽ എനർജി, അപ്പൊ ഇനിഷ്യൽ എനർജി ആണെങ്കിൽ യു ഐ എന്ന് കൊടുക്കാം, വി ഐ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇനിഷ്യൽ എനർജി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു Q square by 2c. That is the general expression. ഇവിടെ Q എന്താണ്? ഇനിഷ്യൽ ചാർജ് Q equal to 2v. നമ്മൾ 2v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, Q ആദ്യം എഴുതുന്നു. അപ്പൊ Q സ്ക്വയർ, സ്മോൾ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. കപ്പാസിറ്റൻസ് ആദ്യം 2 മൈക്രോഫാരഡ് ആണ് ഇനിഷ്യൽ കപ്പാസിറ്റൻസ്. അപ്പൊ 2 ഇൻറ്റു ഇനിഷ്യൽ കപ്പാസിറ്റൻസ്. അപ്പൊ ഇനിഷ്യൽ ചാർജ് എത്രയാണ്? Q സ്ക്വയർ ബൈ 2ci എന്ന് കിട്ടും. That is initial charge. Okay, then value substitute ചെയ്യാം. ഇനി ui is equal to Q square divided by 2 into 2. That is Q square divided by 4. Appo initial charge is Q square by 4. Initial charge is Q square by 4. Adil doubt illalo. Ini idupole final charge കാണണം. Final charge equal to same equation Q square divided by 2c. 2 final ആണ്. 2 final ആണ്. അതാണ് വ്യത്യാസം. ഇവിടെ Q square by 2 final. Q square എത്രയാണ്? ഈ രണ്ടിലേക്കും ചാർജ് ഷെയർ ചെയ്തു പോകും. ടോട്ടൽ ചാർജ് ആഫ്റ്റർ റിമൂവിംഗ് ദി സെൽ, ദി ചാർജ് ഇൻ ദി 2 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് വിൽ ബി സെയിം. ആ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസിന്റെ ചാർജ് ഫിക്സ്ഡ് ആണ്, അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് ദി ടോട്ടൽ ചാർജ് വിൽ ബി സെയിം. 2 മൈക്രോഫാരഡും 8 മൈക്രോഫാരഡുമായിട്ട് ചാർജ് ഷെയർ ചെയ്യുന്നുണ്ട്, ബട്ട് ദി ടോട്ടൽ ചാർജ് റിമൈനിങ് ദി സെയിം. അപ്പോ ക്യൂവിന് പകരം എന്തെടുക്കും? That is final energy UF is equal to Q square divided by, ശ്രദ്ധിക്കണം, 2 into effective capacitance എടുക്കണം, എങ്കിലേ Q എടുക്കാൻ പറ്റത്തുള്ളൂ. What is the effective capacitance? 2 and 8 are in parallel, therefore 10. That is Q square by 20 എന്ന് കിട്ടും. U final, equation number 2. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? U final minus U initial കണ്ടാ മതി. റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോ കീ ഫസ്റ്റ് പൊസിഷനിലാണ്. ആഫ്റ്റർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ വിൽ ബി ചാർജ്ഡ്. ചാർജ് എങ്ങനെ കാണാൻ പറ്റും? C equal to Q by V. കപ്പാസിറ്റൻസ് 2 മൈക്രോഫാരഡ്, പൊട്ടൻഷ്യൽ ഇല്ല, ലെറ്റ് ഇറ്റ് ബി V itself. Then Q is equal to C into V. What is capacitance? 2, potential V. That is 2 into V. 2 into V is the initial charge of 2 microfarad capacitance. Okay. ഇനി ഈ സ്വിച്ച് സെക്കൻഡ് പൊസിഷനിലേക്ക് മാറ്റി. Then the charge will be shared between 2 and 8, but the total charge remains the same. Total charge same ആയിരിക്കും. Therefore, U final is equal to Q square by 2C final. C final കാണുന്നത് എങ്ങനെയാണ്? 2ഉം 8ഉം പാരലൽ കണക്ഷൻ ആണ്. Effective will be C1 plus C2. അപ്പൊ 2 plus 8 10 എന്ന് കിട്ടുക. 10 എന്ന് കിട്ടും. അപ്പൊ Q square divided by 2 into 10, that is Q square by 20. അപ്പൊ ഡിഫറൻസ് കണ്ടു നോക്കൂ. Q square by 20 ഉണ്ട്, ആദ്യത്തത് Q square by 4. ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ U initial minus U final will be Q square by 4 minus Q square by 20 എന്ന് കിട്ടും. The answer will be Q square by 5 എന്ന് കിട്ടും. ചോയ്സിൽ ഉണ്ടാകണം. Q square by 5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും. ചോയ്സ് എ ആണ്. ചോയ്സ് എ ആണ്. അതിൽ എന്തെങ്കിലും കാരണവശാൽ ചോയ്സിൽ സ്ക്വയറോ 5ഓ ഇല്ലെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തിരക്കിൽ ഇന്ന് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡേറ്റ എൻട്രി ചെയ്യാൻ ആരെയും കിട്ടിയില്ല, സ്വന്തമായി ചെയ്യേണ്ടി വന്നപ്പോൾ ചെറിയ എറർ ഒക്കെ വന്നതാണ്. അപ്പോ ഫസ്റ്റ് ചോയ്സ് എ എന്ന് പറയുന്നത് Q square 5
ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് Q square 5 ആക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ Q square by 5 ആയിട്ട് കറക്റ്റ് ചെയ്യണം. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, Q square by 5 ആണ് കറക്റ്റ് ആൻസർ. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡിഫക്റ്റീവ് എറർ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക Q square by 5. ഓക്കെ, then question number 6. A 600 picofarad capacitor is charged to 200 volt supply. It is then disconnected from the supply and it is connected to another uncharged 600 picofarad capacitor. How much electrostatic energy is lost in this process? How much electrostatic energy is lost in this process? അത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ 2 പ്രാവശ്യം കഴിഞ്ഞ 5 വർഷം, 5 അല്ല, ഒരു 7 വർഷത്തിനിടയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് 7 വർഷത്തിനിടയ്ക്ക് നോക്കിയാൽ ഒരു 2 തവണയെങ്കിലും വാല്യൂ മാറ്റിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ വാല്യൂ അല്ല, ഞാൻ വാല്യൂ മാറ്റിയിട്ടുണ്ട്. ഈ 7 വർഷത്തിനിടയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. നോക്കൂ, ഇക്വേഷൻ എന്താണ്? എനർജി ലോസ്റ്റിന് മാത്രം ഇക്വേഷൻ പഠിച്ചു വെക്കുക. എനർജി ലോസ്റ്റ് ഈസ് ഈക്വൽ ടു എനർജി ലോസ്റ്റ് ഈസ് ഈക്വൽ ടു C1 C2 into V1 minus V2 the whole square divided by 2 into C1 plus C2. ഇത് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. എനർജി ലോസ്റ്റ് ഈസ് ഈക്വൽ ടു C1 C2 into V1 minus V2 the whole square whole divided by 2 into C1 plus C2. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. വാല്യൂസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 600 picofarad capacitor. അപ്പൊ C1 600, a charge to 200 volt. അപ്പൊ V1 200 volt അല്ലെങ്കിൽ 200 volt supply. It is then disconnected from the supply and is connected to another uncharged 600 picofarad capacitance. അപ്പൊ C2 600 picofarad ആണ്. പിന്നെ what is the energy lost in this process? Energy lost in this process ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും 200 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. ഉണ്ടോ? ഇല്ലല്ലോ. രണ്ടും നോക്കട്ടെ. V2 എത്രയാണോ നോക്കട്ടെ. ഇത് ഡിസ്കണക്റ്റഡ്. അപ്പൊ രണ്ടാമത്തെ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, ആദ്യം ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു ഫിഗർ, ചെറുതായിട്ടൊരു ഫിഗർ വരയ്ക്കാം. നോക്കൂ, കാരണം അവിടെ ഒരു വ്യത്യാസമുണ്ട്. നോക്കൂ, ഒരു കപ്പാസിറ്റർ എടുത്തു, ഇതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു, ഇതിനെ ചാർജ് ചെയ്തു. അപ്പൊ പൊട്ടൻഷ്യൽ V1 എത്ര? V1 മൈനസ് V2 V1 200. ഇതിന്റെ വോൾട്ടേജ് അറിയാം 200. ഇത് C1 എന്നും അറിയാം. ഇനി എന്ത് ചെയ്തു? ഈ സിസ്റ്റം സെല്ല് മാറ്റി. എന്നിട്ട് ദിസ് കപ്പാസിറ്റർ ഹാവിംഗ് എ കപ്പാസിറ്റി C1 ഈസ് കണക്റ്റഡ് ടു, ഇതാണ് കപ്പാസിറ്റി C1. C1 ഈസ് കണക്റ്റഡ് ടു അനദർ കപ്പാസിറ്റൻസ് ഹാവിംഗ് എ കപ്പാസിറ്റൻസ് C2. ഇവിടെ സെല്ലില്ല. അപ്പൊ സെല്ലില്ലെങ്കിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കണം. അതാണ് അതിൽ ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോ C1 C2 ഫസ്റ്റ് കേസിൽ V1 200 എടുക്കണം. സെക്കൻഡ് കേസിൽ V2 കാണില്ല, ക്വസ്റ്റ്യനിൽ കാണത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? because there is no cell in this circuit, you can take the potential as 0. എനർജി ഷെയർ ചെയ്യണം, ചാർജ് ഷെയർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? C2 കണക്ട് ചെയ്യുമ്പോൾ C2ന്റെ കേസിൽ വരുമ്പോൾ V2 0 എടുക്കുക. പ്രോബ്ലം ഡയറക്റ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ വരേണ്ടത് B ആണ് വരേണ്ടത്. 6 into 10⁻⁻⁴ ജൂൾ എന്ന് വരണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കറക്ഷൻ ഉണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കറക്ഷൻ മാറ്റിയതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ജൂൾ എന്ന് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിരുന്നു. രണ്ടാമത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. 6 into 10⁻⁻⁴ ജൂൾ എന്ന് വരും. 6 into 10⁻⁻⁴ ജൂൾ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. അത് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് നോക്കാം. Okay, question number 7. Circuit diagram നോക്കൂ. This is a capacitor and a resistance. It is connected to a cell like this, and there is another resistance.
എത്രയാണ്? ഒരു 2 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിന്റെ 2.5 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് 4 പിക്കോഫാരഡ് എന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് 10 ohm എന്നുണ്ട്. ഇതാണ് സർക്യൂട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ 4 പിക്കോഫാരഡ് കപ്പാസിറ്റർ, 10 ohm റെസിസ്റ്റൻസ്, 2.5 വോൾട്ട് സെൽ EMF ആൻഡ് അനദർ റെസിസ്റ്റൻസ് 2 ohm. ഇതാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? 7th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യും? ഓംസിൽ അറിയാം V by I equal to R, I equal to V by R. അപ്പൊ ഈ സർക്യൂട്ടിലെ കറണ്ട് കാണുക. സർക്യൂട്ടിലെ കറണ്ട് കാണാനായിട്ട് ചെയ്യുന്നത് current I is equal to divided by resistance, total resistance. I is equal to V divided by total resistance. Then I is equal to, what is V? 2.5 volts divided by total resistance. A question വായിച്ചു നോക്കൂ. Total resistance എന്ന് പറയുന്നത് a capacitor of 4 microfarad connected as shown in circuit. Internal resistance of the battery is 0.5. ഇവിടെ ഒരു internal resistance of 0.5 ഉണ്ട്. അവിടെ ഒരു internal resistance 0.5 ഉണ്ട്. Internal resistance ഇവിടെ ഒരു 0.5 കൂടി ഉണ്ട്. 0.5 ohm. This 0.5 ohm and this 2 ohm are in series. Therefore, current I is equal to 2.5 divided by 2.2 plus 0.5. That is 2.5 divided by 2.5, and the current will be equal to what is the value of current? It is 1 ampere. What is the current? It is 1 ampere. The current is 1 ampere. Okay. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരേണ്ടതാണ്. നോക്കൂ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 10 ohm വേണ്ടേന്ന് ചോദിക്കും. അതാണ് നോർമലി വരേണ്ട ഡൗട്ട്. കാരണം കറണ്ട് I is equal to V by R ആണ്. പൊട്ടൻഷ്യൽ ഈസ് 2.5 വോൾട്ട്, റെസിസ്റ്റൻസ് ഈസ് ഓൺലി 2 ohm. പിന്നെ ഇന്റേണൽ കൂടെ എടുക്കണം. അപ്പൊ 2.5 പ്ലസ് 2 plus 0.5. ഇത് മനസ്സിലായല്ലോ? നോക്കൂ, കറണ്ട് I is equal to V by R. പൊട്ടൻഷ്യൽ 2.5, ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 2 plus 0.5, 2.5. അപ്പൊ ആൻസർ 1 ആംപിയർ കറണ്ട് എന്ന് കിട്ടും. എന്തുകൊണ്ടാ ഇതെടുക്കാത്ത? 10 ohm എന്താ എടുക്കാത്തത്? ബിക്കോസ് ദർ ഇസ് എ കപ്പാസിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, എ കപ്പാസിറ്റർ ആൾവേസ് ബ്ലോക്സ് DC. അത് കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോകില്ല. അതൊക്കെയാണ് നമ്മൾ തിയറി പാർട്ടിൽ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുള്ളത്. ഒരു റെസിസ്റ്റൻസ്, ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് 10 ohm. അതിന്റെ മീനിങ് എന്താ? when a current flows through the resistance, it offers a 10 ohm resistance. കറണ്ട് ഇല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം, എന്നാൽ മാത്രമേ 10 ohm വരൂ. എന്നാൽ കപ്പാസിറ്ററിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകണ്ട. ബൈ ഇൻഡക്ഷൻ ചാർജസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡക്ഷൻ കൊണ്ടാണ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിൽ ചാർജ് ഉണ്ടാകുന്നത്. എന്നാൽ റെസിസ്റ്റൻസ് ആണെങ്കിലോ കറണ്ട് കണ്ടിന്യൂസ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകണം, എന്നാൽ മാത്രമേ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ കറണ്ട് ഫ്ലോയിങ് ഇൻ ദിസ് സർക്യൂട്ട്, ഇവിടെ സർക്യൂട്ടിൽ കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 10 ohm സർക്യൂട്ടിൽ എടുക്കാൻ പാടില്ല. കറണ്ട് ഈസ് 1 ആംപിയർ എന്ന് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ശരി. ഇനി അതിന്റെ ബാക്കി നോക്കൂ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ബാറ്ററി, ദി എമൗണ്ട് ഓഫ് ചാർജ് ഇൻ ദി കപ്പാസിറ്റർ. അപ്പൊ നോക്കൂ, ഇവിടെ ദി കറണ്ട് ഈസ് 1 ആംപിയർ. കറണ്ട് 1 ആംപിയർ ആണ്. 2.5 വോൾട്ട് ആണ് ഇതിന് അക്രോസ് ആയിട്ടുള്ളത്. ഈ രണ്ട് പോയിന്റിലും നമുക്ക് B എന്ന് മാറ്റാം. എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് എത്ര? 2.5 ഇറ്റ്സെൽഫ്. ഈ 2.5 വോൾട്ട് തന്നെ എക്കും ബിക്കും ഇടയിൽ കിട്ടും. ആൻഡ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ് 1 ആംപിയർ. കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ് 1 ആംപിയർ. പൊട്ടൻഷ്യൽ 2.5 കിട്ടുമെന്ന് നോക്കാം. കറണ്ട് അല്ലേ കണ്ടുപിടിച്ചോളൂ, അതൊന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, നോക്കാം. കറണ്ട് ഈസ് 1 ആംപിയർ. ഇനി പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കാണുന്നത്? പൊട്ടൻഷ്യൽ V is equal to current into resistance now. Potential V is equal to current into resistance. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. യു നോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? EMF എന്ന് പറഞ്ഞാൽ ഒരു സെല്ല്
എടുത്തു കഴിഞ്ഞാൽ ആ സെല്ല് സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതിരുന്നു, സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കാതിരിക്കുമ്പോൾ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഈസ് കോൾഡ് ആസ് EMF. ഇറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും അല്പം കുറവായിരിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇവിടുത്തെ EMF ആണ് 2.5. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. EMF ആണ് 2.5. ക്വസ്റ്റ്യനിൽ EMF ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യുന്നു? V is equal to I into R. What is the current? 1 ampere into resistance 2 ohm. അപ്പൊ എത്ര കിട്ടും? 2 volt എന്ന് കിട്ടും. The potential difference is 2 volt. EMF is 2.5, but the potential difference is 2. കാരണം എന്താ? The 0.5 is required for overcoming internal resistance. ഈ internal resistance overcome ചെയ്യാനായിട്ട് ആ ഏത് സെല്ലിനകത്തും ഒരു ലിക്വിഡ് കാണും. ആ ലിക്വിഡിന്റെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ വേണ്ടി 0.5 നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടില് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റൈൻഡ് ആസ് ഓൺലി 2 വോൾട്ട്. ഈ 2 വോൾട്ട് മാത്രമേ എക്കും ബിയും കിട്ടൂ. 2.5 കിട്ടത്തില്ല. ഈ 2 വോൾട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 2 വോൾട്ട് ഈസ് എഫക്റ്റീവ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ളത് 2.5 അല്ല, 2 വോൾട്ട് ആണ്. Then how to find the net charge? C is equal to Q by V. Then Q is equal to C into V. What is capacitance? 4. What is potential? 2. That is 8 picofarad. Sorry, 8 picofarad. Sorry, 8 coulomb. 8 coulomb is the 8 microcoulomb. Calculation വരുമ്പോൾ നോക്കണം. 8 microcoulomb ആയിരിക്കും കിട്ടുക. 8 microcoulomb. Answer അതിലുണ്ട്. 8 microcoulomb ആണ്, picocoulomb ആണ്. ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. Microcoulomb sir. മൈക്രോ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയതില്ല, തെറ്റാണ് കേട്ടോ. മൈക്രോ ആണ് കേട്ടോ. താങ്ക് യു. അപ്പൊ മൈക്രോ കൂളം ആണ് കേട്ടോ. അപ്പൊ 8 മൈക്രോ കൂളം എന്ന് കിട്ടും. വ്യത്യാസം മനസ്സിലായല്ലോ? ഒരു കപ്പാസിറ്ററിനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണ്ട, ചാർജ് സ്റ്റോർ ചെയ്യും. എന്നാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കണമെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അത് തിയറി പാർട്ടിൽ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. റെസിസ്റ്റൻസ് എത്രയോ നാളുകൊണ്ട് പഠിക്കുന്നതാണ്, പക്ഷെ ഈ കാര്യം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. ഓക്കെ, കപ്പാസിറ്ററിന്റെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഈ കാര്യവും മനസ്സിൽ കാണാൻ സാധ്യതയില്ല. കപ്പാസിറ്റർ ആൾവേസ് ബ്ലോക്സ് DC, പാസ് AC. AC-യെ പാസ് ചെയ്യും, DC-യെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ രണ്ട് പ്ലേറ്റിലും ചാർജ് അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ആണ്. ഒരു 10 മിനിറ്റ് നിർത്താം കേട്ടോ. 5 മിനിറ്റ് നിർത്താം. ഓക്കെ, പെട്ടെന്ന് പറയാം. നോക്കൂ, രണ്ട് എയും A and this is B. A and B. And this is potential VB. Here V and this is charge Q. X-axis, Y-axis 0. This charge is Q. ഇവിടെ ചാർജ് Q എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. And this potential is VA. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. The graph shows the variation of voltage V across the plates of two capacitors A and B versus the increase of charge Q. അപ്പൊ Qയും Bയും ആയിട്ടുള്ള ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. Which capacitor have higher capacitance? രണ്ടിൽ ഏത് കപ്പാസിറ്ററിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. Which capacitor having more capacitance? അപ്പോ how to find the capacity of a capacitor? C is equal to Q by V. അപ്പൊ ആ ഇക്വേഷൻ എഴുതാം. C is equal to Q divided by V. Then how to find the potential? V is equal to Q by C. പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് ചാർജ് കാണാം, കപ്പാസിറ്റി കാണാം. ആദ്യം നോക്കൂ, V equal to Q by C. Then for the capacitor A, VA, potential VA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Potential VA is equal to charge is same for both the capacitors A and B. A ഒരു കപ്പാസിറ്റർ, B കപ്പാസിറ്റർ. എക്കും ബിക്കും ചാർജ് സെയിം ആണ്. അപ്പൊ Q divided by എന്താണ്? കപ്പാസിറ്റൻസ് CA എന്നിരിക്കട്ടെ. CA or CB? ഇതിന്റെ കപ്പാസിറ്റൻസ് CA, ഇതിന്റെ CB. Which is greater? അതാണ് ക്വസ്റ്റ്യൻ. A B മാറിയിട്ടില്ലല്ലോ. ഓക്കെ, CA or CB? അപ്പൊ potential difference between the plates of A is Q by CA, and potential difference between the plates BB, Q by CB. Then find the ratio. Equation 1 by 2, 2 by 1, equation 2 divided by equation number 1.
VB divided by VA is equal to Q by CB divided by CA by Q. Q cancel I. That is VB by VA is equal to CA by CB. Answer ആയല്ലോ. എന്താണ്? VA by VB by VA is equal to CA by CB. അപ്പൊ VB by VA, VB ഏതാണ്? VB ആണ് കൂടുതൽ അല്ലെ? VB by VA which is greater than 1 ആണ്. Because ഗ്രാഫിൽ നോക്കിയാൽ VB ആണ് കൂടുതൽ എന്നറിയാം, VA ചെറുതല്ലേ? അപ്പൊ VB is greater than VB. Sorry, VB is greater than VA. എഴുതാം. VB is greater than VA. അത് understood ആണ് from the graph. Then CA should be greater than CB ആയേ പറ്റത്തുള്ളൂ. CB യെക്കാളും കൂടുതൽ ആയേ പറ്റൂ. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിനേക്കാൾ കൂടിയ വാല്യൂ വരണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്റർ ഷുഡ് ബി ഗ്രേറ്റർ. അപ്പൊ CA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ CB. അപ്പൊ അതിലെ ചോയ്സ് മാർക്ക് ചെയ്യണം. ചോയ്സ് A ആണ് ചോയ്സ്. കപ്പാസിറ്റർ A ആണ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഗ്രാഫിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, VY ആക്സിസ് കിടക്കണോണ്ട് VB മുകളിലോട്ടാകുമ്പോ വോൾട്ടേജ് കൂടുന്നല്ലേ അർത്ഥം? അതെ. അപ്പൊ നമുക്ക് ഈ Q/V വെച്ച് നോക്കുമ്പോ VA താഴെതുകൊണ്ട് V കുറവ്, അപ്പൊ അതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടുതലെന്ന് പറയാമല്ലോ. എക്സാക്ട്ലി, ഉറപ്പായിട്ട് പറയാം. ഞാനൊരു തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇതൊന്നും നോക്കണ്ട, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കപ്പാസിറ്റി A ആണ്, C = Q/V. ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ കപ്പാസിറ്റി വിൽ ബി മോർ. ഉറപ്പാണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 കുറച്ച് ലെങ്തി ആണ്, അവസാനം ചെയ്യാം, അല്ലെങ്കിൽ 10ന്റെ ആൻസർ പറയാൻ വിട്ടുപോകും. 10ന്റെ ആൻസർ കഴിഞ്ഞിട്ട് 9 ചെയ്യാം. ഓക്കെ, വിട്ടുപോകത്തില്ല. 10 ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. 9 വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, പക്ഷെ പല ലെങ്തി ആയതുകൊണ്ട് ആദ്യം 10 ചെയ്യാം, പിന്നെ അതിലേക്ക് പോകാം. നോക്കൂ, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പല സ്ഥലത്തും ഇതുപോലത്തെ ഗ്രാഫ് കാണാം. ടെക്സ്റ്റിൽ അത് കാണാൻ വഴിയില്ല, ഇതുപോലെ ഗ്രാഫ് പല സ്ഥലത്തും കാണാം. ഗ്രാഫ് അല്ല, കപ്പാസിറ്ററിന്റെ ഫിഗർ ആണ്. ഫൈൻഡ് ദി കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഓഫ് ദി ഫോളോയിങ് അറേഞ്ച്മെന്റ്സ് ഇഫ് ഈച്ച് പ്ലേറ്റ് ഹാവിംഗ് എ കപ്പാസിറ്റൻസ് C. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. This is A and this is B. ഇതാണ് കപ്പാസിറ്റർ. ഇങ്ങനെ പ്ലേറ്റുകൾ വെച്ചിരിക്കുകയാണ്. പ്ലേറ്റിനെ നെയിം ചെയ്യാം. This is A and this is B. This is C and this is D. This is E and this is F. This is G and this is H. അങ്ങനെ നെയിം ചെയ്യുകയാണ്. A B C D E F G H. അങ്ങനെ പ്ലേറ്റിലെ നെയിം ചെയ്തിട്ടുണ്ട്. പ്ലേറ്റിൽ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സീരീസ് പാരലായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിനെ സീരീസ് പാരലായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതൊരു കപ്പാസിറ്റർ, ഇതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ വരയ്ക്കണം. ആൻഡ് അഗൈൻ അനദർ കപ്പാസിറ്റർ ഇൻ സീരീസ്. ആൻഡ് ദിസ് ഈസ് പോയിന്റ് A and this is point B. And this is C and this is B. സിയും ബിയും ഈ കാണിച്ച രണ്ടെണ്ണമാണ് ഈ കപ്പാസിറ്റർ ആയിട്ട് വരുന്നത്. അടുത്ത രണ്ട് കപ്പാസിറ്റർ ആയിട്ട് വരുന്നത് ഡിയും ഇയുമാണ്. D and E. ഇത് രണ്ടും പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്റർ പിന്നെ എഫും ജിയുമാണ്. ഈ എഫും ജിയും ബാക്കി രണ്ട് കണക്ഷൻ എടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം നന്നായിട്ട് നോക്കണം. മിക്കവാറും ഫിഗർ ഇതുപോലത്തെ 3 ഫിഗർ ഞാനിപ്പോ പറഞ്ഞു തരും. ഇതേ ഫിഗർ തന്നെയാണ് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കാറ്. നോക്കൂ, അപ്പൊ ABCDEFGH ഇങ്ങനെ എടുക്കണം. ഇതിലെടുക്കുമ്പോ ഈ സിയും ബിയും കൂടിയാണ് ഒരു കപ്പാസിറ്റർ ആകുന്നത്. അതുപോലെ ഇയും ഡിയും കൂടി ഒരു കപ്പാസിറ്റർ ആകും. എഫും ജിയും കൂടി അടുത്ത കപ്പാസിറ്റർ ആകും. ഇതില് സി ബിയും ഡി ഇയും കൂടി പാരലായിട്ട് വരും. ഇത് സീരീസ് ആയിട്ട് വരും. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പ്രയാസമില്ലല്ലോ. എന്ത് ചെയ്യണം? ഇതിന്റെ കപ്പാസിറ്റി സി ആണ്, ഇതിന്റെ കപ്പാസിറ്റി സി ആണ്. ദേ ആർ ഇൻ പാരലൽ. അടുത്തത് സി ആണ്, ഇത് ബി, ഇത് എ. രണ്ട് കപ്പാസിറ്റൻസ് പാരലൽ ആവുമ്പോൾ എഫക്റ്റീവ് എത്ര? സി പ്ലസ് സി എത്രയായിരിക്കും? 2C. ഈ സീരീസ് ആകുമ്പോഴോ 2C into C divided by 2C plus C. മറന്നുപോകില്ലല്ലോ. കപ്പാസിറ്റൻസ്
പാരലലും കപ്പാസിറ്റൻസ് സീരീസും. അത് പഠിക്കാൻ എളുപ്പ വഴി റെസിസ്റ്റൻസ് അങ്ങ് പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ R1 പ്ലസ് R2, റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. കപ്പാസിറ്റർ ആദ്യം പഠിക്കുമെങ്കിലും സാധാരണ എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. R ഈക്വൽ ടു R1 പ്ലസ് R2 സീരീസ്. അപ്പൊ കപ്പാസിറ്റർ പറഞ്ഞ ഉടനെ റെസിസ്റ്റൻസ് മനസ്സിൽ ആലോചിക്കണം. റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ R1 പ്ലസ് R2. അപ്പൊ കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഇനി കപ്പാസിറ്റർ പാരലൽ ആണെങ്കിലോ C ഈക്വൽ ടു C1 പ്ലസ് C2. അപ്പൊ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് രണ്ടുകൂടെ ചേരുമ്പോൾ എത്ര? 2C. ഇത് 2C ആവും. ഇത് എത്ര? C. രണ്ടും സീരീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 2C ഇൻറ്റു C ഡിവൈഡഡ് ബൈ 2C പ്ലസ് C. അപ്പൊ ആൻസർ എത്ര കിട്ടും? 3C/2 എന്ന് ആൻസർ കിട്ടും. ആൻസർ 2C plus C 3C by 2C square divided by 3C. C പോകുമ്പോ 2C/3 എന്ന് കിട്ടും. അങ്ങനെയല്ല ആൻസർ? 2C/3 എന്നാണ് ആൻസർ കേട്ടോ. 2C/3. എവിടെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഡി ആണ് ആൻസർ. 2C/3 ആണ് ആൻസർ. ഇതിലും ഞാനൊരു ഹോംവർക്ക് തരാം. ഇതിലും ഒരു ഹോംവർക്ക് തരാം. നോക്കിക്കോളൂ. ഇത് കണ്ട ലെവലിലും ചെയ്തല്ല. ഓക്കെ, ഹോംവർക്ക് ഇതിന്റെ മുകളിലോട്ട് വരച്ചു വെക്കാം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം സ്വന്തമായിട്ട് ചെയ്യും. പ്ലേറ്റിന്റെ ലെങ്ത് ഒക്കെ ഒരുപോലെ ആയിരിക്കണം. ഇത് A and this is B. ഓക്കെ, A B C D E F G H ഇതാണ് പ്ലേറ്റ്സ്. ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം കൂടെ ഞാൻ വരച്ചു തരാം. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കൂ. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഇത് വരയ്ക്കാനുള്ള കാരണം 3 ഫിഗർ ഉണ്ട്. ഈ 3 ഫിഗർ മാത്രമേ ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിന് മുൻപുള്ള ഫിഗർ ഒന്നും അത്രത്തോളം ചോദിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഫിഗർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഹോംവർക്ക് ആണ്. അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? എ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് R. അതിന്റെ ആൻസർ ഒന്ന് സ്വന്തമായി പറയാൻ നോക്കൂ. പിന്നെ ഗോസ് തിയറം ആണ്. ഗോസ് തിയറം. A conducting sphere of radius R and carrying a charge Q joined in to an uncharged conducting sphere of radius 2R. The charge flowing between will be അതങ്ങനെയല്ല, ഗോസ് തിയറം വരുന്നേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ ചെയ്യും? പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. C1 is equal to 4πε0 into R. ഇതാണ് capacity of a charged spherical conductor. Capacity of a charged spherical conductor C1 equal to 4πε0 into R. അപ്പൊ C1 equal to 4πε0 into R എന്ന് വരും. What is C2? C2 equal to 4πε0 into 2R. റേഡിയസ് 2 ടൈംസ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, that is equal to 2 times C1 എന്ന് എഴുതാം. C2 is equal to 2 times C1 എന്ന് എഴുതാം. Then how will you find the potential? C is equal to Q divided by V. Then V is equal to C by Q. Sorry. V is equal to Q by C. V is equal to Q by C. Here the capacitors are connected in parallel. Therefore, V is equal to V is equal to Q divided by C1 plus C2. Q divided by C1 plus C2. അപ്പോ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ആൻസർ കിട്ടുന്നത് 2Q/3 എന്ന് കിട്ടണം. 2Q/3 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, 2Q/3 എന്ന് കിട്ടണം ആൻസർ. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V is equal to Q/C1 plus C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതില് വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഉണ്ട്, അതുകൂടെ പറയാം. Q2 കാണണം. Q2 is equal to C2 into V എന്ന് എടുക്കണം. അതിൽ V വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ C2 into Q divided by C1 plus C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്യാം, സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. A conducting sphere of radius R carrying a charge Q is joined to an uncharged capacitor, a condenser of radius 2R. The charge flowing between them. Answer 2Q/3 ആണ് കിട്ടേണ്ടത്. സൊല്യൂഷൻ ഇതാണ്. C equal to 4πε0 into R.
ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് 4πε0r. ഇതിൽ തന്നെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു സോപ്പ് ബബിളിനെ ചാർജ് ചെയ്താൽ എന്ത് ചെയ്യും? അതിന്റെ റേഡിയസ് കൂടും. കാരണം എന്താ? കപ്പാസിറ്റി C = 4πε0r ആണ്. റേഡിയസ് കൂടുന്തോറും അതിന്റെ കപ്പാസിറ്റി കൂടും, അതിന്റെ സർഫേസിൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പൊ ഒരു സോപ്പ് ബബിളിനെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ബിക്കോസ് റേഡിയസ് ഇൻക്രീസസ്. അപ്പൊ C1 C2 രണ്ടാമത് 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. C2 = 2C1, V = Q/C. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് C1 + C2. അതിൽ Q2 എന്ന് പറഞ്ഞാൽ C2 × V ആണ്. അതിൽ C2ന്റെ വാല്യൂ അതുപോലെ ഉണ്ട്, വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു Q2 കാണുക. അപ്പൊ Q2 എന്ന് പറയുന്നത് 2Q/3 എന്ന് കിട്ടും. 2Q/3 എന്ന് കിട്ടും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. അതും ഞാൻ ചെയ്യുന്നില്ല, അറിയാവുന്നതാണ്. അതില് 1 മൈക്രോഫാരഡും 1 മൈക്രോഫാരഡും അത് കാണുമ്പോഴേ അറിയാം അത് രണ്ടും സീരീസ് ആണ്. പിന്നെ എല്ലാം പാരലായിട്ട് എടുത്താൽ മതി. സർക്യൂട്ട് ഡയഗ്രാം ജസ്റ്റ് ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഇതില് ഒരു രണ്ട് കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഇവിടെയും ഒരു കപ്പാസിറ്റർ ഉണ്ട്. വാട്ട് ഈസ് ദി കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇത് രണ്ടും കൂടി സീരീസ് ആണ്. എഫക്റ്റീവ് കാണണം. എഫക്റ്റീവ് കാണുമ്പോൾ എങ്ങനെ വരും? എഫക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരും. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഈ കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഇത് ഇവിടുന്ന് കണക്ട് ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഈ കണക്ഷൻ ഇതിൽ ഏത് പോയിന്റ് ആയാലും സെയിം ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B കാണാൻ പറ്റും. അപ്പൊ ഈ സർക്യൂട്ട് ആക്കി വേണം ചെയ്യാനായിട്ട്. ഇത് രണ്ടും കൂടി സീരീസ് ആണ്, ബാക്കിയെല്ലാം പാരലൽ ആണ്. നെക്സ്റ്റ് വൺ 14 നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ ആൻസർ 2. ഇതിന്റെ ആൻസർ 13ന്റെ ആൻസർ 2.5 എന്ന് വരും. 13ന്റെ ആൻസർ 2.5 മൈക്രോഫാരഡ് എന്ന് വരും. 14ന്റെ ആൻസർ നോക്കാം. 14ന്റെ ആൻസർ ചെയ്യാൻ സമയം നോക്കാം. 15ന്റെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തോളൂ. 14 ഇപ്പൊ പറയാം. 15ന്റെ ആൻസർ E ആണ്. അത് പറയാനുള്ള കാരണം പറയാം, 1 മിനിറ്റ് മതി. ഗോസ് തിയറം ആണ്. എ പോയിന്റ് ചാർജ് കോസസ് ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് -1.0 × 10⁻³ ആണ്. 103 അല്ല, 103 അല്ല, 10⁻³ Newton m², Coulomb ⁻⁻1 to pass through a spherical Gaussian surface. Gauss theorem എന്താ? Phi is equal to 1/epsilon times the total charge. അല്ലേ? Phi is equal to electric flux is equal to Phi is equal to 1/epsilon to the total charge, net charge, Q net. Electric flux is equal to 1/epsilon times the total charge enclosed by the Gaussian surface now. 1/epsilon times charge. ഇതിൽ റേഡിയസ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഗോസ് തിയറം അറിയാമെങ്കിൽ ആൻസർ എടുക്കാം. എന്താണ് ആൻസർ? ആൻസർ E ആണ്. -1.0 × 10⁻³ It does not depend on radius. It only depends on net charge. Electric flux depends only on net charge. Okay. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 കൂടെ എടുക്കൂ. 14. ടൈം ആയി കേട്ടോ. 14 എന്ന് പറഞ്ഞേക്കാം. ആൻസർ പറഞ്ഞേക്കാം. ആൻസർ 14ന്റെ ആൻസർ ഉണ്ട്. 0 E1 0, E2 0, E3 എന്ന് പറയുന്നത് 1.9 × 10⁻1.9 ന്യൂട്ടൺ കൂളോം ⁻⁻1 ആണ്. ബാക്കി ഈ 14ന്റെ സൊല്യൂഷനും പിന്നെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് രണ്ടും കൂടി ഞാൻ ഇന്ന് തന്നെ പിന്നെ മാഡത്തിന് അയച്ചു കൊടുക്കാം. മാഡം നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട്. ഓക്കെ, താങ്ക് യു. നാളെ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir. Thank you.